യെസ്, വെൽക്കം ബാക്ക് ടു ദിശ അക്കാഡമി. ഒരുപാട് സ്നേഹത്തോടു കൂടി എല്ലാവരെയും മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ്, അങ്ങനെ 2025 SSC MTS പരീക്ഷ ക്രാക്ക് ചെയ്യണം എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി നമ്മളെല്ലാവരും ഒരുപാട് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണ് അല്ലെ. നമുക്കറിയാം SSC MTS പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഡിസൈഡിങ് ഫാക്ടേഴ്സ് എന്ന് പറയും. We know what the deciding factors are. അത് GKയും ഇംഗ്ലീഷുമാണ്. അപ്പം ഈ രണ്ട് വിഷയങ്ങളിൽ ഏറ്റവും എളുപ്പത്തിലും വേഗതയിലും പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ കുറച്ചും കൂടി ഇംഗ്ലീഷിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് തൊട്ട് ഇംഗ്ലീഷിന്റെ ഗ്രാമർ വശങ്ങളെ കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്, മറ്റെവിടേക്കുമല്ല, പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ. ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനോടൊപ്പം അത് സോൾവ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗ്രാമർ നിയമങ്ങളും വശങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് കാണുക. ഒരു നോട്ട്ബുക്കും പേനയും കൈവശം ഉണ്ടായിരിക്കുക. അറിയാത്ത പുതിയ എന്തെങ്കിലും കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു, സർ ഞാൻ കഴിഞ്ഞ ക്ലാസ് വൊക്കാബുലറി ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്, ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഗ്രാമർ വീഡിയോസ് അല്ലെ ഗ്രാമർ വശങ്ങൾ പരാമർശിക്കുന്ന വീഡിയോസ് വേണം. തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ അത് 100% ഡെലിവറി ചെയ്യുമ്പോഴാണ് ഒരു ടീച്ചർ, ഒരു ട്യൂട്ടർ എന്ന നിലയിൽ ഞാൻ കൂടുതൽ സംതൃപ്തനാകുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് താമസിപ്പിക്കാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതെല്ലാം കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. യെസ്, മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലീഡേഴ്സ് ആർ self-direct, but learning and understanding are the keys to self-direction. ഇപ്പൊ സെൽഫ് ഡയറക്ഷന്റെ കീസ് എന്താണ്? ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടോ അതോ ഇനി തെറ്റില്ലയോ? നമുക്ക് കുറച്ചും കൂടി ഒന്ന് വ്യക്തതയോടെ നോക്കാം. ഇവിടെ ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു നൗൺ ആണ് അല്ലെ, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നു. അപ്പം ലീഡേഴ്സ് ആർ ഇൻഡിപെൻഡന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സെൽഫ് ഡയറക്റ്റ് ആണ്. അപ്പൊ ഇതൊരു നൗൺ ആയതുകൊണ്ട് ഇതിനെ വിശേഷിപ്പിക്കുന്ന ലീഡേഴ്സ് എന്തോ ആണെന്നല്ല പറയുന്നത്. അപ്പൊ ലീഡേഴ്സിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കിയേ, സെൽഫ് ഡയറക്റ്റ്. ഇവിടെ എന്താണ് വരിക? ഒരു അഡ്ജക്റ്റീവ് അല്ല വരേണ്ടത്. ഷീ സെൽഫ് ഡയറക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. അങ്ങനെ ഒരു പദം ഇല്ല കേട്ടോ. ഈ സെൽഫ് ഡയറക്റ്റിനെ ഒരു വിശേഷണം എന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സെൽഫ് ഡയറക്ഷൻ നൗൺ ആണ്. മറ്റു ഭാഗങ്ങളിലൊന്നും പ്രശ്നമില്ല, ഇവിടെ മാത്രമാണ് പ്രശ്നം. ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ് അഡ്ജക്റ്റീവ്. സെൽഫ് ഡയറക്റ്റഡ് എന്നാണ് അതിന്റെ കറക്റ്റ് ഫോം കേട്ടോ. ദാറ്റ് മീൻസ് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ സെൽഫ് മാനേജ്ഡ് എന്നാണ്. അപ്പോ അഡ്ജക്റ്റീവ് ഇവിടെ വരേണ്ടത് കൊണ്ട് സെൽഫ് ഡയറക്റ്റ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, സെൽഫ് ഡയറക്റ്റഡ് എന്ന് പറയണം. സെൽഫ് ഡയറക്റ്റഡ്, ദാറ്റ് മീൻസ് ഇൻഡിപെൻഡന്റ് ഓർ സെൽഫ് മാനേജ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ സെൽഫ് ഡയറക്റ്റഡ് ലേണർ. അവൾ ഒരു ഇൻഡിപെൻഡന്റ് ലേണർ ആണ്. അപ്പം അവളെ വിശേഷിപ്പിക്കുന്ന വാക്കല്ലേ ഇത്, കണ്ടോ? ഇവിടെ കറക്റ്റ് ഇതിന്റെ അഡ്ജക്റ്റീവ് ഫോം ഇതാണ്, സെൽഫ് ഡയറക്റ്റഡ് എന്നാണ് പറയുക. സെൽഫ് പ്ലസ് V3. ഓക്കെ, യെസ്. അപ്പൊ അത് ക്ലിയർ ആയെന്നാണ് വിചാരിക്കുക. യെസ്, ഐ സ്മൈൽഡ് അറ്റ് മൈ സൺ ആൻഡ് ഡാഷ് താങ്ക്ഫുൾ. ഞാൻ ചിരിച്ചു, അതുപോലെ തന്നെ ഞാൻ എൻ്റെ മകനെ നോക്കി ചിരിക്കുക മാത്രമല്ല ചെയ്തത്, എന്തും കൂടി താങ്ക്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു അല്ലെ. ഇപ്പൊ ഫീൽ എന്ന് പറഞ്ഞ വെർബിന്റെ അപ്രോപ്രിയേറ്റ് ഫോം ആണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ നോക്കിയേ, സ്മൈൽഡ്. ഈ സ്മൈൽഡിനെ ആൻഡ് ഉപയോഗിച്ചിട്ട് ഈ ഫീൽ എന്ന് പറഞ്ഞ വെർബിന്റെ ഫോമിനോട് കണക്ട് ചെയ്യണം അല്ലെ. അപ്പം ഇംഗ്ലീഷിൽ ഒരു നിയമമുണ്ട്, പാരലലിസം എന്ന് പറയും. പാരലലിസം അതായത് ഒന്നുമില്ല, രണ്ട് വെർബ് ഫോംസിനെ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോൾ അത് ഒരേ ഫോർമാറ്റ് ആയിരിക്കണം. ഒരേ തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ ആര് ബന്ധിപ്പിക്കൂ? ആൻഡ് ബന്ധിപ്പിക്കൂ. അതൊരു നിയമമാണ്. when
connected by and, they should be in the സെയിം ടെൻസ്. ഒരേ ടെൻസ് കീപ്പ് ചെയ്യണം കേട്ടോ, ഒരേ ഗ്രാമാറ്റിക്കൽ റാങ്ക് ആയിരിക്കണം. അപ്പൊ സ്മൈൽഡ് നമുക്കറിയാം V2 ആണ്. സബ്ജക്ട് ഐ സബ്ജക്ട് ആണെങ്കിൽ ഇത് V2 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഫീൽ എന്ന് പറഞ്ഞ വെർബിന്റെ V2 ആണ് വരേണ്ടത് അല്ലെ. ഇവിടെ എന്താണ് വരേണ്ടത്? V2 ആണ്. കാരണം ഒരേ ഗ്രാമാറ്റിക്കൽ റാങ്കിലുള്ള ആൾക്കാരെ ആൻഡിനെ ബന്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. യെസ്. ഇപ്പൊ ഫീലിംഗ് പറ്റുമോ? ഇല്ല, ING ഫോം ആണ്. ഫോളൻ V3 ആണ്, ആവശ്യമില്ല. ഫീൽ എന്ന് പറഞ്ഞാൽ V1 ആണ്, അതും വേണ്ട. പിന്നെ ഏതാണ് V2? ഏതാ? ഫെൽറ്റ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഫെൽറ്റ് എന്ന് വരും കേട്ടോ. ഫെൽറ്റ്. ഓക്കെ, ഫെൽറ്റ് താങ്ക്ഫുൾ. മൂന്നാമത്തെ ചോദ്യം, select the word segment that substitute or replaces the bracketed word segment correctly and complete the sentence meaningfully. Yes. അപ്പം ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഫ്രേസ് മാറ്റണോ വേണ്ടയോ എന്നൊക്കെയാണ്. യെസ്, തീർച്ചയായിട്ടും മാറ്റണം അല്ലെ. നോ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അത് മാറ്റണം. ഇതിനകത്ത് എന്തോ തെറ്റുണ്ട്. സി, ഹി ഗ്രിറ്റഡ് ഹിസ് ടീത്ത്. ഗ്രിറ്റഡ് ഹിസ് ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പല്ലിറുമുക എന്നാണ്. നമ്മൾ ഈ ദേഷ്യമൊക്കെ കടിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പല്ലിറുമില്ലേ, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ പല്ലിറുമി തീർക്കും അല്ലെ. പല്ലിറുമുക. ഓക്കെ, യെസ്. പല്ലിറുമുക മാത്രമല്ല, ആൻഡ് ട്രൈ ടു ആക്ട് ആസ് ദോ. ആസ് ദോ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് കേട്ടോ. പോലെ. യെസ്. ആസ് ദോ ഹി ഐദർ നോട്ടീസ്ഡ് നോർ കെയർ. അപ്പം അവന്റെ മുമ്പിൽ എന്തോ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനത് പ്രതികരിക്കാനും പറ്റത്തില്ല. അന്ന് എന്ത് ചെയ്തു? അത് കണ്ടുമില്ല, അവനായിട്ട് ബാധിക്കുന്നുമില്ല എന്ന രീതിയിൽ അവൻ ആക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. കണ്ടുമില്ല, അതെന്നെ ബാധിക്കുന്നുമില്ല എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ ഐദർ ഓർ അല്ല. ഈ ഐദർ ഓർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഐദർ ഓർ മീൻസ് വൺ ഓഫ് ടു. രണ്ടിൽ ഏതെങ്കിലും ഒന്നെന്നാണ്. ഇവിടെ രണ്ടും നടക്കുന്നതില്ലല്ലോ. കണ്ടുമില്ല, അവനെ ബാധിക്കുന്നില്ല, അവൻ അത് കെയർ ചെയ്യുന്നുമില്ല എന്ന് പറയണ്ടേ. നോട്ട് ദിസ് നോട്ട് ദാറ്റ് എന്നാണ്. അപ്പം അതും ഇല്ല ഇതും ഇല്ല എന്ന് പറയുമ്പോ ഇവിടെ ഐദർ ഓർ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യെസ്. ഓ, നോ കറക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. യെസ്. അപ്പൊ നോ കറക്ഷൻ അല്ല, അതും ഇല്ല ഇതും ഇല്ല എന്നാണ് പറയേണ്ടത്. അപ്പം നൈദർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈദർ നോട്ടീസ്ഡ്. പക്ഷെ നൈദറിന്റെ കൂടെ എന്ത് വേണം? നോർ വേണം. അതിവിടെ ഇല്ല. അപ്പൊ നൈദർ നോർ വരുന്നത് ഏതാ? നൈദർ നോട്ടീസ്ഡ് നോർ കെയർഡ്. കണ്ടോ, ഇതാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? നൈദർ ആണ് വരിക കേട്ടോ. നൈദർ നോട്ടീസ്ഡ് നോർ കെയർഡ്. ഓക്കെ, ഇവിടെ നോറിന് കറക്റ്റ് പേര് ഏതാ? നൈദർ നോർ ആണ്. ഈ നൈദർ നോർ എന്ന് പറയുന്നത് ഒരു കൊറലേറ്റീവ് പെയർ ആണ്. ഇപ്പൊ നൈദർ ഇവിടെ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് എന്ത് വേണം? നോറ് വേണം. രണ്ട് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ കേട്ടോ. ദാറ്റ് ഈസ് നോൺ ആസ് എ കൊറലേറ്റീവ് പെയർ. നമ്മൾ ബിറ്റ്വീൻ ആൻഡ് ഐദർ ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് നൈദർ നോറും കേട്ടോ. യെസ്. അതുമില്ല ഇതുമില്ല. നോട്ട് ദിസ് നോട്ട് ദാറ്റ് എന്ന് കാണിക്കാൻ. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്. എ ഹെൽത്ത് പേഴ്സൺ may carry germs of typhoid, cholera, dysentery, etc. in his body. Yes. അപ്പം അണ്ടർലൈൻഡ് സെഗ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെൽത്ത് പേഴ്സൺ. ഹെൽത്ത് പേഴ്സൺ. നമുക്കറിയാം പേഴ്സൺ എന്നുള്ളത് ഒരു നൗണാണ് അല്ലെ. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നത് തൊട്ടപ്പുറത്ത് എന്തായിരിക്കണം? ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കണ്ടേ. എന്ത് തരത്തിലുള്ള പേഴ്സൺ എന്ന ചോദ്യത്തിന്റെ ഉത്തരമല്ലേ ഇത്. അപ്പൊ ഇവിടെ വീണ്ടും ഒരു നൗൺ ആണോ വെക്കേണ്ടത്? ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാല് നൗൺ ആണ്, അത് വരില്ല. ഹെൽത്തി എന്ന് പറയുമ്പോഴാണ് എന്ത്? അതിന്റെ അഡ്ജക്റ്റീവ് ഫോം. ഹെൽത്തി എന്ന് പറയുന്നതല്ലേ അഡ്ജക്റ്റീവ്, വിശേഷണം. ഇത് നൗൺ ആയതുകൊണ്ടാണ് തൊട്ടിപ്പുറത്ത് എന്ത് വരുന്നത്? വിശേഷണം വരുന്നത്. അപ്പൊ ഇവിടെ ഒരു നൗണും മറ്റൊരു നൗണും അങ്ങനെ ഒരുമിച്ച് വരില്ല. ഇവിടെ ഹെൽത്തി കൃത്യമായിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് ഫോം ഇല്ലേ. അപ്പൊ ഏതാ? ഹെൽത്തി പേഴ്സൺസ് വുഡ് എന്ന് പറഞ്ഞിരിക്കുന്നു.
പേഴ്സൺസ് എന്ന് വേണ്ട, ഹെൽത്തി പേഴ്സൺ. യെസ്, ഇവിടെ കാരണം എ കൊടുത്തിട്ടുണ്ട്, അപ്പൊ എന്ത് വരില്ല? ഹെൽത്തി പേഴ്സൺസ് എന്ന് വരില്ല. എ എന്ന് പറഞ്ഞാൽ സിംഗുലർ കൗണ്ടബിൾ, അപ്പൊ ഇവിടെ ഏതാ വരുന്നത്? ഹെൽത്തി പേഴ്സൺ, സിംഗുലർ കൗണ്ടബിൾ. ഇവിടെ ഹെൽത്തി കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ബി വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. യെസ്. അടുത്ത ചോദ്യം, ഹിയറിംഗ് ദോസ് വേർഡ്സ് ഫ്രം ഹിസ് മൗത്ത് വാസ് ഹാർഡ് ദാൻ ഐ തോട്ട്. അവന്റെ വായിൽ നിന്ന് ആ വാക്കുകൾ കേൾക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം ഹാർഡായിരുന്നു എന്നെ സംബന്ധിച്ച്, അല്ലേ? അവൻ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും ഇത്രത്തോളം എഫക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അവന്റെ വായിൽ നിന്ന് അത് കേൾക്കുന്നത്, ഹിയറിംഗ് ദോസ് വേർഡ്സ് ഫ്രം ഹിസ് മൗത്ത്, അതെന്താന്നാ പറയുന്നത്? ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും, അല്ലെ, ഞാൻ തോട്ട് ചെയ്തതിനേക്കാളും ഭയങ്കര ഹാർഡായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ഇപ്പൊ ദാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാൾ എന്നാണ്. അപ്പൊ ദാൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? കമ്പാരിസൺ ആണ്, അല്ലെ? ഒന്നിനേക്കാൾ കൂടുതലാണ്, കുറവാണെന്നൊക്കെ പറയാനാണ് എന്ത് ദാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ട അഡ്ജക്റ്റീവ് ബേസ് ഫോം ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? കമ്പാരിസൺ അല്ലേ? നമുക്കറിയാം അഡ്ജക്റ്റീവിന് 3 ഫോംസ് ഉണ്ട്, അല്ലെ? പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പൊ ഇവിടെ കമ്പാരിസൺ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഹാർഡ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിന്റെ കമ്പാരിറ്റീവ് യൂസ് ചെയ്യണം. അതെന്താണ്? ഹാർഡർ. ഹാർഡർ എന്ന് വരും കേട്ടോ. ഹാർഡ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഹാർഡർ. ഹാർഡിന്റെ 3 ഫോംസ് എഴുതിക്കേ. ഹാർഡ്, ഹാർഡർ, ഹാർഡസ്റ്റ്. ഇതാണ് 3 ഫോംസ്. അപ്പൊ ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ് മാത്രം മതി, കാരണം ഇവിടെ കമ്പാരിറ്റീവ് ആണ്, കമ്പാരിസൺ ആണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. Nothing great in the world have been accomplished without passion. നിങ്ങളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്, മഹത്തരമായ ഒന്നും തന്നെ എന്താണ് പാഷൻ ഇല്ലാതെ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായ ഒരു കാര്യത്തോട് കൃത്യമായ അഭിനിവേശം വേണം, എന്നാൽ മാത്രമേ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എല്ലാ മഹത്തരമായ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അതല്ലാതെ മറ്റൊന്നും അങ്ങനെ മഹത്തരമായ ഒരു കാര്യവും പാഷൻ ഇല്ലാതെ നേടിയെടുത്തിട്ടില്ല എന്നാണ്, അല്ല അക്കംപ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ്. സി, നത്തിങ്, അല്ലെ? നത്തിങ് ഗ്രേറ്റ്. ഇപ്പൊ നത്തിങ് എന്നുള്ളത് ഒരു സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സിംഗുലർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പ്രകാരം വെർബ് എന്തായിരിക്കണം? സിംഗുലർ. അപ്പം ഹാസ് ആണോ, അല്ല സോറി ഹാവ് ആണോ? ഹാസ്. ഹാവ് ചേട്ടനല്ലേ, ഹാവിന്റെ അനിയൻ ആരാ? ഹാസ്. ഇപ്പൊ നത്തിങ് എന്നുള്ളത് ഒരു സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആയതുകൊണ്ട്, സിംഗുലർ സ്വഭാവം ആയതുകൊണ്ട് അതിനോട് ഒത്തുപോകുന്നത് ആരായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പം ഹാസ് വരും, ഹാവ് വരില്ല. ഹാവ് പ്ലൂരൽ ആണല്ലോ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് തെറ്റിപ്പോവും. ഏതൊക്കെയാ മറ്റ് ചില ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് പറഞ്ഞു തരാം. സംതിങ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ആരൊക്കെയാ? സംതിങ്, എവറിഥിങ്, സംവൺ, എവ്രിവൺ, എനിവൺ, നത്തിങ്, എനിത്തിങ് തുടങ്ങിയ വാക്കുകൾ കേട്ടോ. സോ ദീസ് ആർ നോൺ ആസ് സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Neither Smith nor Ross were in the class. അപ്പൊ neither nor എന്തിനാ യൂസ് ചെയ്യുന്നേ? ഇതുമല്ല അതുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, സ്മിത്തും ഉണ്ടായിരുന്നില്ല, റോസും ഉണ്ടായിരുന്നില്ല ഇവിടെ ക്ലാസ് റൂമിൽ. അപ്പം neither nor ഉപയോഗിച്ചാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? യെസ്, neither nor ഉപയോഗിച്ചാണ് സ്മിത്തിനെയും റോസിനെയും ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും സ്മിത്തും റോസും ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്, ഇപ്പൊ പ്ലൂരൽ ആണ്, 2 പേരുണ്ട്, പ്ലൂരൽ ആണ്, അപ്പം വെർബും പ്ലൂരൽ ആയിരിക്കും, ഇപ്പൊ നോയർ ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല.
ഈ നൈദർ നോർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന സെന്റൻസുകളിൽ നമ്മൾ പാലിക്കേണ്ട നിയമം അത് റൂൾ ഓഫ് പ്രോക്സിമിറ്റിയാണ്. റൂൾ ഓഫ് പ്രോക്സിമിറ്റി. അതൊന്നുമില്ല, the verb agrees with the nearest subject. അപ്പൊ നിയമം എത്രയേ ഉള്ളൂ, നൈദർ നോർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന സെന്റൻസുകളിൽ വെർബ് ആരുമായിട്ട് ഒത്തുപോകണം, തൊട്ടടുത്ത് കിടക്കുന്ന നൗണ്. ഇപ്പൊ ഇവിടെ ഇതല്ലേ വെർബ്, അപ്പൊ ഈ വെർബിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ആരാ, റോസ്. റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരല്ലേ, ദാറ്റ് മീൻസ് സിംഗുലർ. അപ്പം ഇത് സിംഗുലർ ആയ തൊട്ടടുത്ത് കിടക്കുന്ന വെർബ് എന്തായിരിക്കണം, സിംഗുലർ. അപ്പം വേറെന്ന് പറഞ്ഞ നമുക്കറിയാം ചേട്ടനാണ്, വേറിന്റെ അനിയൻ ആരാ, സിംഗുലർ, വാസ്. അപ്പൊ ഇവിടെ എന്ത് വരും, വാസ് എന്ന് വരും കേട്ടോ, വേറല്ല. അപ്പൊ മനസ്സിലായല്ലോ, നൈദർ നോർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന സെന്റൻസുകളിൽ ദ വെർബ് അഗ്രീസ് വിത്ത് ദ നിയറസ്റ്റ് സബ്ജക്ട്, തൊട്ടടുത്ത് കിടക്കുന്ന. അപ്പൊ മുല്ലപ്പൂവിന്റെ അടുത്ത് കിടക്കും, കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറയുന്ന പോലെ തന്നെ അടുത്ത് കിടക്കുന്ന സ്വഭാവം പോലെ ഇരിക്കും വെർബിന്റെ സ്വഭാവവും കേട്ടോ. യെസ്. Although she is usually rude with everyone, she behaved nice with all of us today. അപ്പൊ പൊതുവെ ഈ ഓൾദോ എന്ന വാക്കിന്റെ അർത്ഥം എന്നിരുന്നാലും എന്നാണ് കേട്ടോ, എന്നിരുന്നാലും. അങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് പൊതുവെ അവൾ എല്ലാവരോടും ഭയങ്കര മോശമായിട്ട് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ പോലും ഇന്ന് പതിവിന് വിപരീതമായിട്ട് നമ്മളോട് എല്ലാവരോടും അടിപൊളിയായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ എങ്ങനെ പെരുമാറി, അടിപൊളിയായിട്ട് അല്ലെ, നല്ല ഇഷ്ടത്തോടു കൂടി. അപ്പം പെരുമാറി എന്നുള്ളതാണ് വെർബ് അല്ലേ. യെസ്. എങ്ങനെ പെരുമാറി, അടിപൊളിയായിട്ട് അല്ലെ, നൈസായിട്ട് പെരുമാറി. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് വെർബാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ആഡ്വർബ് ആയിരിക്കണം. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണമാണ്. അപ്പം ഈ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കല്ലേ ഇത്, അതായത് ആഡ്വർബ്. അപ്പൊ നൈസ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ് ബേസിക്കലി. അപ്പൊ ഇവിടെ ഒരു അഡ്ജക്റ്റീവ് പറ്റുമോ, അഡ്ജക്റ്റീവ് പറ്റുമോ? ക്രിയയ്ക്ക് ശേഷം ക്രിയയെ വിശേഷിപ്പിക്കുന്ന ക്രിയാവിശേഷണമല്ലേ ഉപയോഗിക്കേണ്ടത്, ആഡ്വർബ് അല്ലേ. അപ്പം നൈസിന്റെ ആഡ്വർബ് ഫോം എന്താ, നൈസ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്, അത് നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പം നൈസിന്റെ ആഡ്വർബ് ഫോം എന്ന് പറഞ്ഞാൽ നൈസ്ലി എന്നാണ് കേട്ടോ, ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നൈസ് അല്ല, നൈസ്ലി എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഭൂരിഭാഗം ആഡ്വേർബ്സും മോസ്റ്റ് ആഡ്വേർബ്സ്, അതായത് ആഡ്വേർബ്സ് എന്ന് പറയുമ്പോൾ ക്രിയാവിശേഷണം എന്ന് ചിന്തിക്കുക കേട്ടോ, എൻഡ് ഇൻ. ഭൂരിഭാഗം ആഡ്വേർബ്സും എന്തിലായിരിക്കും എൻഡ് ചെയ്യുന്നത്, LY-യിലായിരിക്കും. അപ്പൊ എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ വരേണ്ടത്, അതായത് ഇതിനെ വിശേഷിപ്പിക്കുന്ന വാക്ക്. സോ നൈസ് ഇസ് എൻ അഡ്ജക്റ്റീവ്, സോ ഇറ്റ് ഡസന്റ് ഫിറ്റ് ഹിയർ. അപ്പൊ എന്ത് യൂസ് ചെയ്തു, നൈസ്ലി എന്ന ആഡ്വേർബ് യൂസ് ചെയ്തു കേട്ടോ. യെസ്. രാഘവ് who studies tourism at present. at present എന്ന് പറഞ്ഞാൽ എന്താണ്, നൗ എന്നല്ലേ, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പം ഈ ഒരു പോയിന്റിൽ സംസാരിച്ചു, ദ ടൈം ഓഫ് സ്പീക്കിങ്ങിൽ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ടെൻസിൽ പറയണം, പ്രസന്റ്. പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണ്ടേ. എന്താ അതിന്റെ സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആറ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ഇവിടെ ഏതാ ഉള്ളത്, അറ്റ് പ്രസന്റ് എന്ന വാക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് എത്തിയത് കേട്ടോ, കറക്റ്റ് നിഗമനത്തിലേക്ക് എത്തിയത്. ഏത് ടെൻസാണ്. ഓക്കെ. ഈ സ്റ്റഡിങ്, സ്റ്റഡീഡ്, സ്റ്റഡി, വിൽ സ്റ്റഡി. വിൽ സ്റ്റഡി എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ആണ്, പറ്റില്ല. സ്റ്റഡീഡ് എന്ന് പറഞ്ഞ V2, ദാറ്റ് മീൻസ് സിമ്പിൾ പാസ്റ്റിലേക്ക് പോയി. സ്റ്റഡി എന്ന് പറഞ്ഞ V1 ചേരില്ല രാഘവുമായിട്ട്. മാത്രമല്ല ടെൻസും കറക്റ്റ് അല്ല, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഏതാണ്, ഈ സ്റ്റഡി. അപ്പം ഹു ഈസ് സ്റ്റഡിങ് എന്ന് വരും കേട്ടോ. യെസ്. കാരണം അറ്റ് പ്രസന്റ് അവിടെ വന്നു, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, ഈ പോയിന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. യെസ്. I am cleaning the sofa when she called me. ഇവിടെ വായനയിൽ തന്നെ ഒരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, വെൻ ഷീ കോൾഡ് മീ, അവൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ
സോഫ തുടക്കുകയാണ്, അല്ലെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഇതേതാ ടെൻസ്? നമ്മൾ നേരത്തെ ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടിപ്പോ വന്നതേ ഉള്ളൂ. ഏതാ ടെൻസ്? ഫസ്റ്റ് ക്ലോസ് ഏതാ? പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? അല്ല സോറി, പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? നമ്മൾ ഇപ്പൊ കണ്ടതല്ലേ അല്ലേ? സബ്ജക്റ്റ് ഉണ്ട്, ആം ഉണ്ട്, ING ഉണ്ട്. ദാറ്റ് മീൻസ് പ്രസന്റ് കണ്ടിന്യൂസ്. എന്നാൽ സെക്കൻഡ് ക്ലോസോ? സബ്ജക്റ്റ് പ്ലസ് V2, സിമ്പിൾ പാസ്റ്റ്. ശരിയാവോ? അവൾ എന്നെ വിളിച്ചപ്പോ ഞാൻ തുടയ്ക്കുകയാണെന്നല്ല, തുടയ്ക്കുകയായിരുന്നു എന്നല്ല പറയേണ്ടത്. അപ്പൊ പാസ്റ്റിലേക്ക് പോകണ്ടേ? കണ്ടിന്യൂസ് തന്നെ നിൽക്കട്ടെ. പാസ്റ്റിലേക്ക് പോകുമ്പോ എന്താവണം? പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ അല്ലെ? പാസ്റ്റ് കണ്ടിന്യൂസ് ആകണം. എന്താ സ്ട്രക്ചർ? സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് ING. ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്താൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ഭൂതകാലത്തിൽ ഒരു പോയിന്റിൽ, ഏതാ പോയിന്റ്? അവൾ എന്നെ വിളിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ആ സോഫ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അപ്പം I am അല്ല, I was cleaning the sofa എന്ന് പറയണം. അപ്പം അതൊരു നിയമമാണ് ഇംഗ്ലീഷിലെ. അതിപ്പോ എവിടെ എഴുതും നമ്മള്? ഇവിടെ എഴുതാം. ഓക്കെ. അപ്പം ഭൂതകാലത്തില് ഒരു പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോ അതിന്റെ ഇടയിൽ മറ്റൊന്ന് സംഭവിച്ചു എന്ന് കാണിക്കും. അതായത് സോഫ തുടച്ചുകൊണ്ടിരുന്നപ്പോ അവൾ എന്നെ വിളിച്ചു എന്ന് പറയുന്നതല്ലേ ഇത്? അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനം പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം. അതിന്റെ ഇടയിൽ നടന്നൊരു പ്രവൃത്തിയില്ലേ? ഇപ്പം ചെയ്തുകൊണ്ടിരുന്നപ്പോ അവൾ എന്നെ വിളിക്കുകയല്ലേ? ഇടയിൽ നടന്ന പ്രവൃത്തി എന്തിൽ പറയണം? സിമ്പിൾ പാസ്റ്റിലും പറയണം. അപ്പൊ അതാണ്, അതൊരു നിയമമാണ് കേട്ടോ. ഭൂതകാലത്തെ സംബന്ധിക്കുന്ന രണ്ട് വിഷയങ്ങള്, ഒന്ന് കണ്ടിന്യൂസും ഒന്ന് അതിന്റെ ഇടയിൽ നടന്ന പ്രവർത്തനവുമാണെങ്കിൽ കേട്ടോ. യെസ്. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ഈ സെന്റൻസ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കാം. നോ അതർ മൗണ്ടൻ ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ള മറ്റൊരു കൊടുമുടിയും ഈസ് ആസ് ഹൈ ആസ് മൗണ്ട് എവറസ്റ്റ്. എന്താ പറയുന്നത്? ലോകത്തിലുള്ള മറ്റൊരു കൊടുമുടിയും മൗണ്ട് എവറസ്റ്റിന്റെ അത്ര ഹൈ അല്ല, അത്ര വലിപ്പം അല്ല, അത്ര പൊക്കം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോ, ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി നമുക്കറിയാം എല്ലാ അഡ്ജക്റ്റീവ്സിനും 3 ഫോംസ് ഉണ്ട്. ദേ ആർ കോൾഡ് പോസിറ്റീവ് അഥവാ ബേസ് ഫോം, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് അല്ലെ? അപ്പം നമുക്കറിയാം ബേസ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോം അഡ്ജക്റ്റീവിന്റെ. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ, ഒന്നിനേക്കാൾ മികച്ചത് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ് യൂസ് ചെയ്യുന്നത്. സൂപ്പർലേറ്റീവ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും കുറവ്, അതായത് മൂന്നോ അല്ല രണ്ടോ രണ്ടിലധികം ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോഴാണ് എന്ത്? സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ്. അപ്പം ഇവിടെ ഹൈ ആണല്ലോ അഡ്ജക്റ്റീവ്. ഹൈയുടെ 3 ഫോംസ് പറഞ്ഞേ. സാധാരണ ബേസ് ഫോം എന്താ? ഹൈ. ഇനി അത് കമ്പാരിസൺ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഹയർ. ഇനി സൂപ്പർലേറ്റീവ് ഏറ്റവും മികച്ചത്, അതല്ലേ നമുക്ക് പറയേണ്ടത്? ഹയസ്റ്റ്. അപ്പം ഹയസ്റ്റ് വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുക. സൂപ്പർലേറ്റീവിലേക്ക് മാറ്റാൻ ഹയസ്റ്റ് വേണം. അപ്പൊ ഹയസ്റ്റ് ഉള്ളത് ഏതാ? ഇവിടെ ഹയർ ആണ്, പറ്റില്ല. കമ്പാരിറ്റീവ്. ഇവിടെ ഹൈ ആണ്, ഇത് പോസിറ്റീവ് ആണ്. കമ്പാരിസണോ മറ്റു കാര്യങ്ങളോ ഉദ്ദേശിക്കുന്നില്ല, അപ്പൊ ഇതും പറ്റത്തില്ല. അപ്പൊ ഓപ്ഷൻ സിയും ഡിയും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ആരാ ഉള്ളത്? എയും ബിയും. നിങ്ങൾ ഇന്ന് നോക്കിയേ, എ നോക്കാം നമുക്ക്. ഈസ് ഹയസ്റ്റ് ദാൻ. തെറ്റി. ഈ ദാൻ കമ്പാരിസൺ അല്ലേ? അല്ലേ? കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാൻ ദാന് വേണ്ടല്ലോ. ദാനിന്റെ കൂടെ എപ്പോഴും എന്ത് പോവില്ല? സൂപ്പർലേറ്റീവ് പോവില്ല. അപ്പൊ ഇവിടെ തന്നെ അത് തെറ്റായി. ഒരുപക്ഷെ ഇവിടെ കമ്പാരിറ്റീവ് ആയിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ റൈറ്റ്, ശരിയാകുമായിരുന്നു. അപ്പൊ ഇതിവിടെ തെറ്റില്ല, അതിന്റെ പോസിബിലിറ്റി പോയി. പിന്നെ ഏതാ ഉള്ളത്? ഓപ്ഷൻ ബി നോക്കിയേ. മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. ഇത് നമ്മൾ കമ്പാരിസണിൽ പറഞ്ഞെങ്കിൽ ഇത് സൂപ്പർലേറ്റീവിൽ പറഞ്ഞു. കറക്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചു. കണ്ടോ? ഏറ്റവും മികച്ചത്, ലോകത്തിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്നല്ല, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കൊടുമുടി അത് മൗണ്ട് എവറസ്റ്റ് ആണ്. കണ്ടോ? ഈ പറഞ്ഞ ഫാക്ടിനെ സൂപ്പർലേറ്റീവ് രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. കണ്ടോ? ഹയസ്റ്റ് ഉപയോഗിച്ചു, ലോകത്തിൽ വെച്ച് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും മികച്ചത്, ഏറ്റവും ഹയസ്റ്റ്. ഓക്കെ, യെസ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ?
ഓപ്ഷൻ ബി, യെസ്. അപ്പം കൃത്യമായിട്ട് എല്ലാ അഡ്ജക്റ്റീവിന്റെയും പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഫോംസ് പഠിച്ചു വെക്കുക കേട്ടോ. ചിലത് ഇആറും ഇഎസ്ടിയും ചേർത്താൽ കിട്ടും. അതായത് ചെറിയ അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഇആറും ഇഎസ്ടിയും ചേർത്താൽ മതി. വലിയ അഡ്ജക്റ്റീവ് ആണെങ്കിൽ കമ്പാരിറ്റീവ് ആക്കാൻ മോറും, സൂപ്പർലേറ്റീവ് ആക്കാൻ മോസ്റ്റും ഉപയോഗിക്കുക കേട്ടോ. യെസ്. ഹരീഷ് says that, ഹരീഷ് പറയുന്നു, എന്താ പറയുന്നത്? that his sister loves to play harmonium. ഹരീഷ് പറയാണ് അവന്റെ പെങ്ങൾക്ക് ഹാർമോണിയം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പൊ ഇവിടെ എറർ എന്ന് പറഞ്ഞാൽ ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലേ. ഇപ്പം ഇംഗ്ലീഷിൽ ഒരു നിയമമുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് തൊട്ട് മുമ്പേ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉപയോഗിക്കണം. അപ്പൊ കേവലം ഹാർമോണിയം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ എന്ത് വേണം? ഒരു ദ മുമ്പിൽ വേണം കേട്ടോ. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു നിയമമാണ്. അപ്പൊ ആ നിയമം ഇത്രയേ ഉള്ളൂ, യൂസ് ദ ബിഫോർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മെൻഷൻ ചെയ്യുമ്പോൾ അതിന് മുന്നേ എന്ത് വേണം? ഡെഫിനിറ്റ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ കേവലം ആ ഒബ്ജക്റ്റ് മാത്രമല്ല പറയുന്നത്, ആ ഓരോ ടൈപ്പിനെ കുറിച്ചുമാണ് എന്ത്, ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മെൻഷൻ ചെയ്യുമ്പോൾ അതിന്റെ ടൈപ്പിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ അത് സ്പെസിഫിക് ആയതുകൊണ്ടാണ് എന്ത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉപയോഗിക്കേണ്ടത്. അത് പ്രകാരം നമ്മള് ദ പിയാനോ, the guitar, the violin. കണ്ടോ, the piano, the guitar, violin, etc. അങ്ങനെ പോകും കേട്ടോ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ ദാ യൂസ് ചെയ്യുക. യെസ്. the reduced, ഇത് രണ്ടാണ് കേട്ടോ, രണ്ട്. the reduced air pressure on airline flights. ഈ റെഡ്യൂസ്ഡ് എയർ പ്രഷർ എന്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്യാൻ ലെസൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്നാണ് കേട്ടോ. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ യാത്രക്കാരുടെ പാസഞ്ചേഴ്സ് ബ്ലഡ് ഫോർ 25%. സി, നമ്മൾ എപ്പോഴും ഇതുണ്ട്, ഒരു 25% കുറയ്ക്കുമെന്നാണ് പറയുന്നത് അല്ലെ. നമ്മളെ ഒരു റിഡക്ഷൻ കാണിക്കുമ്പോൾ, ഒരു പെർസെന്റേജിൽ റിഡക്ഷൻ കാണിക്കുമ്പോൾ 4 അല്ല, ബൈ ആണ് ഉപയോഗിക്കാറ് കേട്ടോ. ബൈ 20%. ഇത്രത്തോളം ഇന്ന എമൗണ്ടിൽ കുറഞ്ഞു എന്ന് കാണിക്കുമ്പോൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്? ബൈ. പ്രത്യേകിച്ച് ഈ വിലക്കുറവൊക്കെ കാണിക്കുമ്പോൾ ഇത്ര ഡിസ്കൗണ്ട് ഇത്രയായിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ ടോട്ടൽ വില ഇത്ര ശതമാനമായിട്ട് കുറഞ്ഞു, നികുതി ഇത്രത്തോളം കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോ ബൈ ആണ് പറയുക. ബൈ, 4 അല്ല. 4 ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. 4 എന്തിനാ സാധാരണ യൂസ് ചെയ്യുന്നത്? ഈ 4 എന്ന് പറഞ്ഞ പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ബൈ ഇവിടെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഇത്രത്തോളം എന്ന് കാണിക്കാൻ. 4 പറ്റില്ല കേട്ടോ. യെസ്, ബൈ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഷീ ഈസ് ആസ് മോർ ഇന്റലിജന്റ് ആസ് കൺസ്ട്രക്ഷൻ കേട്ടോ. ഹെർ ബ്രദേഴ്സ് ആർ. അപ്പൊ അവള് അവളുടെ സഹോദരന്മാരെ പോലെ തന്നെ ബുദ്ധിയുള്ളവളാണെന്നാണ് പറയുന്നത്. സി, ആസ് കൺസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? ഈക്വാലിറ്റി കമ്പാരിസന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ ചോദ്യത്തിൽ എന്തോ ഈ ആസ് കണ്ടിരുന്നു. അപ്പൊ ഒന്നിനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ എയെ പോലെ തന്നെയാണ് ബി എന്ന് കാണിക്കാനാണ് എന്ത്, ഈ പറഞ്ഞ ആസ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ക്വാളിറ്റി അല്ലെങ്കിൽ ഏത് അഡ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഒന്നിനെ പോലെ തന്നെയാണ് മറ്റൊന്നെന്ന് പറയുന്നത്, ഈ ആസിന്റെയും നടുക്ക് വരുന്ന ഈ പറഞ്ഞ അഡ്ജക്റ്റീവ് ഒരിക്കലും കമ്പാരിറ്റീവോ സൂപ്പർലേറ്റീവോ ആകരുത്, പോസിറ്റീവ് ഫോം. അല്ലെങ്കിൽ നമുക്കറിയാം അഡ്ജക്റ്റീവിന് 3 ഫോംസ് ഉണ്ടെന്ന് പഠിച്ചല്ലേ. അതിന്റെ ബേസ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇപ്പൊ ഇന്റലിജന്റ് 3 ഫോംസ് ഏതൊക്കെയാ? ഇന്റലിജന്റ് കുറച്ച് വലിയ നൗൺ ആണ്, കുറച്ച് വലിയ അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അപ്പം പോസിറ്റീവ് ഇത്, അതായത് ബേസ് ഫോം. കമ്പാരിറ്റീവിലേക്ക് വരുമ്പോ മോർ ഇന്റലിജന്റ്. ഇനി സൂപ്പർലേറ്റീവിലേക്ക് വരുമ്പോ മോസ്റ്റ് ഇന്റലിജന്റ്. അപ്പൊ നമ്മുടെ നിയമം എത്രയേ ഉള്ളൂ?
ആസ് ഉപയോഗിച്ച് ഈക്വാലിറ്റി കമ്പാരിസൺ നടത്തുമ്പോൾ അതിന്റെ ഉള്ളിൽ വരുന്ന അഡ്ജക്റ്റീവ് എപ്പോഴും ബേസ് ഫോം അഥവാ പോസിറ്റീവ് ഫോം ആയിരിക്കണം. കമ്പാരിറ്റീവ് അല്ല, സൂപ്പർലേറ്റീവ് അല്ല. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ആസ് ടോൾ ആസ് ഹെർ സിസ്റ്റർ. അവളുടെ സിസ്റ്ററിനെ പോലെ തന്നെ ഉയരമുള്ളവളാണ്. കണ്ടോ, ഇവിടെ ആസിന്റെയും മാസിന്റെയും നടുക്ക് ഞാൻ ടോളർന്നോ ടോളസ്റ്റ് എന്നോ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ബേസ് ഫോം ആയിട്ടുള്ള ടോള് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ഏകദേശം ഒരു 10-16 ചോദ്യങ്ങൾ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഗ്രാമർ നിയമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു, മറ്റ് ഫർദർ എക്സാമ്പിൾസ് കണ്ടു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മടിക്കാതെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും കേട്ടോ. യെസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. കൂടുതൽ വീഡിയോസിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഇനിയുള്ള വീഡിയോസ് എന്തൊക്കെ വേണമെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻ ആയിട്ട് അതും കമന്റിൽ പറയുക. താങ്ക് യു. താങ്ക്സ് ഫോർ ജോയിനിങ്.